അമ്മേ ചീത്ത. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് കാണുന്നത് ഇതായിരിക്കും. എൻ്റെ മുഖത്തൊരു ചക്ക കുരു വന്നിട്ടുണ്ട്. വരാൻ കാരണം എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫുഡ് പാറ്റേൺ ആണ്. ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു 5 ദിവസത്തേക്ക് എൻ്റെ ഏട്ടൻ വന്നത്. അതോടെ എൻ്റെ ഡയറ്റൊക്കെ എവിടെയോ എത്തിപ്പോയി. ഏട്ടൻ അത് കഴിഞ്ഞ് പോയെങ്കിലും എൻ്റെ ഡയറ്റ് ബാക്ക് ടു നോർമലിലോട്ട് ആക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഐ എം ഗോണ സ്റ്റാർട്ട്. സോ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ ബാക്കിൽ കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു വെള്ളമൊക്കെ വെച്ചിട്ടുള്ളൊരു സെറ്റപ്പ് പരിപാടി അച്ഛനും അമ്മയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ട് ചെയ്ത ദിവസങ്ങളിൽ എനിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബാക്കി ഫർദർ പരിപാടി ചെയ്യാണ്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ വീഡിയോ. സോ ഗൈസ്, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ വ്ലോഗ്. ഇതാണ് നമ്മുടെ നായകൻ. ഓൾറെഡി ഇവിടെ ഉള്ളൊരു കുളമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ അസോളയുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഗപ്പി മീനുകളുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ വരുന്നില്ല, കണ്ടോ? ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ബാക്കിൽ ചെയ്യാൻ പോവാം. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ബാക്ക്. പകുതി അച്ഛൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്തത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് അച്ഛൻ ചെയ്ത് വെച്ച സെറ്റപ്പ്. ശരിക്കൊരു കുളിക്കാൻ പറ്റുന്ന സ്ഥലം പോലെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു സ്പേസ് നല്ല വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കി. ഈ ബേസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത് സിമെൻറ്റ് കട്ടയാണ്. കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു സിമെൻറ്റ് കട്ട 1 2 ഇങ്ങനെ 2 കട്ടകളെല്ലാം അടുക്കി പെറുക്കി വെച്ച് ഇങ്ങനൊരു ബേസ് ഉണ്ടാക്കി. ആ ബേസിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് വിരിച്ചു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഓടും വെച്ച് കൊടുത്തു. ഇത്ര പരിപാടിയാണ് ചെയ്ത് വെച്ചത്. ബാക്കി നമുക്ക് കാണാം. പണിയെടുക്കുന്ന ഡാഡീനെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഗൈസ്, ഇത് വേണേൽ നമുക്കൊരു വെള്ളം സെറ്റപ്പ് ആക്കാം. ഇത് ഒരു കുളമാക്കാം. വെള്ളമുണ്ട്, എനിക്കറിയാം. അതിനോ ചീത്ത പിച്ചകപ്പം പാവുകൾക്ക് കളിക്കാം. സോ കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ചാണകപ്പൊടി മിക്സ് ഉണ്ടോ? മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്താണ് കേട്ടോ അത്. ഓക്കെ, ഇനി വോയിസ് ഓവറിൻ്റെ ചാൻസ് ആണ് കേട്ടോ. നേരത്തെ ഞാനൊരു മണ്ടത്തരം പറഞ്ഞിട്ട് കുളം. എനിക്ക് ശരിക്കും ഇതിന് എന്താ പറയേണ്ടത് അറിയില്ല. വാട്ടർ ടാങ്ക് എന്നാക്കിയാലോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂൾ പരിപാടിയല്ല, കുറച്ച് അസോള വളർത്താൻ വേണ്ടിയിട്ടാണ്. അസോള എന്താ അറിയാലോ? നേരത്തെ കണ്ട ടാങ്കിലുള്ള പച്ച പുല്ലിനെയാണ് അസോള എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ പ്ലാസ്റ്റിക് ഇട്ട ബേസിലോട്ട് അമ്മ ഇട്ട് കൊടുക്കുന്നത് മണലും ചാണകവും ചേർത്തിട്ടുള്ള മിക്സാണ്. ചാണകം എന്ന് വെച്ചാൽ ഉണക്ക ചാണകം. അതാണ് ഇത് പൊടി പോലെ നിൽക്കുന്നത്. അങ്ങനെ അമ്മ ഇത് വന്നിട്ട് നന്നായിട്ട് എല്ലാ മൂലയ്ക്കും ആ സൈഡിലും ഈ സൈഡിലുമായിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം പിന്നെ എനിക്കിവിടെ വലിയ പരിപാടിയോ വലിയ റോളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ബുദ്ധിപരമായി ഞങ്ങൾ അച്ഛനെ വിളിച്ച് വരുത്തി. അച്ഛൻ വലിയ ചെമ്പിൽ നല്ല രീതിയിൽ ചാണകം ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ കട്ട പിടിച്ച് കിടക്കുന്ന ചാണകത്തിനൊക്കെ അമ്മ പൊടിയാക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൗസ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ, അമ്മ ഓൾറെഡി ഇപ്പോൾ വൃശ്ചിക ആയതുകൊണ്ട് രാവിലെ കുളിക്കുന്നുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ഇനി ചാണകത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ചളിയാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അമ്മ ഗ്ലൗസ് ഇട്ടത്. ഇനി ചാണക പ്രതിരോധിയാണോ അമ്മ എന്നുള്ള കമൻറ്റ് നിഷേധിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് ബേസ് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി ഇതിൽ വെള്ളം നിറയ്ക്കലാണ്. അതിന് നമുക്ക് വലിയ റോളൊന്നുമില്ല. വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എളുപ്പ പരിപാടിക്ക് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യരുത്. കാരണം ഞങ്ങൾ ചെയ്യാൻ നോക്കിയപ്പോൾ പരാജയപ്പെട്ടിരുന്നു. കാരണം ബക്കറ്റിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അപ്പം തന്നെ കുത്തി ചാണകമെല്ലാം പല സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഈ ചാണകവും മണ്ണും. അപ്പം നല്ലത് ഇങ്ങനത്തെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അത് നമുക്കൊരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം താനെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല ഇത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ സപ്പോർട്ടിന് ഞങ്ങളുടെ പൂച്ചക്കുട്ടികളുണ്ട്. അതും എന്താ പരിപാടി എന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ കുറച്ച് അസോള പറിക്കാൻ പോയ സമയത്ത് ബാക്കി ഹെൽപ്പിന് അച്ഛൻ അവിടെയുണ്ട്. അച്ഛനാണിത് ചെയ്തു തരുന്നത്. അച്ഛനൊരു ബേസൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം അമ്മയും ഞാനും ഏറ്റു.
അങ്ങനെ പിന്നെ ഇതിൽ നിന്ന് കുറച്ച് അസോളേനെ നമ്മൾ മോഷ്ടിക്കാൻ പോവുകയാണ്, എന്നാലല്ലേ അവിടെ കൊണ്ടുപോയി നടാൻ പറ്റും. അപ്പോൾ ഈ അസോളയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാര്യമായി ഉണ്ടാക്കുന്ന അസോളേൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പശുവിന് തീറ്റയെ കൊടുക്കാൻ പറ്റും, കോഴിക്ക് കൊടുക്കാൻ പറ്റും, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി ചെടിയിലൊക്കെ വളമായിട്ട് ചേർക്കാൻ പറ്റും കേട്ടോ. ഇത് അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ്, എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല. അങ്ങനെ പിന്നെ എല്ലാത്തുനിന്നും കുറച്ച് അസോളയൊക്കെ പറിച്ച് ഞങ്ങൾ വന്നു. അപ്പോഴേക്ക് അച്ഛൻ വെള്ളം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമല്ല നമുക്ക് കിട്ടുക, കാരണം അറിയാലോ ഒരു വൈകുന്നേരമൊക്കെ ഏകദേശം ഈ ഒരു കളറുള്ള വെള്ളമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ ഈ തെളി ഇറങ്ങുക എന്ന് പറയും, നമ്മുടെ ഇവിടുത്തെ ടിപ്പിക്കൽ ലാംഗ്വേജിലാണ്. എന്ന് വെച്ചാൽ നേരെ മേലോട്ട് ഇങ്ങനെ വെള്ളം ഊറി ബാക്കി സാധനങ്ങളെല്ലാം താഴോട്ട് പോകാം. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും പോയില്ല. അങ്ങനെ ഏകദേശം വെള്ളം നിറച്ച് വന്നപ്പോൾ നമ്മുടെ ചാണകത്തിലുണ്ടായിരുന്ന ചില പൊടിയും മണ്ണിലുണ്ടായിരുന്ന ഒരു ചപ്പും പോലത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു. അപ്പോൾ പണ്ടത്തെ ഒരു അരിപ്പ ഉണ്ടായിരുന്നു, അരിപ്പ ഉപയോഗിച്ച് അതെല്ലാം വൃത്തിയാക്കി കളഞ്ഞു കേട്ടോ. അമ്മ ഈ പരിപാടിയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ചെയ്യാൻ പോയി, പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ആ പരിപാടി ഒഴിവാക്കി. പിന്നെ അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച അസോള ഇല്ല, ആ അസോള കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ നിറയെ അങ്ങ് ഇട്ട് കൊടുത്തു. സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നിറയെ ഇട്ട് കൊടുത്തു. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് വളർന്ന് വലുതായി വന്ന് ചെയ്യാം. ഇനി ഇതിൽ മീനിടണം എന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്, പക്ഷേ ഇതിൽ മീനിടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊരു അവലോകനം ഉണ്ടാക്കിയിട്ട് വേണം കുറച്ച് ഗപ്പി മീനിടാൻ. സോ അത്രയേ ഉള്ളൂ ഗൈസ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.